comes the day that knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് 2 വർഷമായി. ഭയങ്കര കാത്തിരുന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഞങ്ങളുടെ അറേഞ്ച്ഡ് ആണ് കല്യാണം. പക്ഷേ അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഇല്ല. ഞങ്ങൾക്ക് ടൈം തന്നു, ഞങ്ങളുടെ പേരൻസ് ടൈം തന്നു. എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോനാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും എന്താ വീഡിയോ കോൾസ് ഒക്കെ ചെയ്തു. ഞങ്ങൾക്ക് വീട്ടുകാർ ടൈം തന്നു ഒന്ന് ഇഷ്ടപ്പെടാനും ഒക്കെ സംസാരിക്കാനും. ഗ്രാജുവലി ആണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ തോന്നിയത്. ആളെപ്പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഇന്നസെൻ്റ് ആണ് ആൾ. ഭയങ്കര 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 നിഷ്കളങ്കനാണ്. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടില്ല. അതൊക്കെയാണ് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയ ആളെ. എന്താ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര ഭയങ്കര സ്നേഹമാണ് എന്നോട്. എനിക്ക് അങ്ങനെ തന്നെ ഫ്യൂച്ചറിലും എന്താ പറയുക, ജീവിതാവസാനം വരെ ഞങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എന്താ പറയുക, എനിക്ക് തന്നെ വിഷ് ചെയ്യാറുണ്ട് അങ്ങനെ ആയിരിക്കട്ടെ എന്ന്. ഞങ്ങളുടെ ആലോചന വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോനെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇവർ റിയൂണിയന് പോയതാണ്. റിയൂണിയന് പോയി അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ തമ്മിൽ ഫോൺ കോൾസായി. അതൊരു പ്രപ്പോസലായിട്ട് വന്നതാണ്. എൻ്റെ മോനെ കല്യാണം കഴിക്കാൻ ആലോചന കൊണ്ടുവന്നാലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെയാണ് ഈ പ്രപ്പോസൽ വരുന്നത്. ഈ ഒരു ദിവസത്തിന് വേണ്ടി വളരെ നാൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരുക്കിയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ദിവസത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. എന്താണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്. Together we can do anything we believe in. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all and what we face, you and me will find a way. Oh, the wonder that awaits. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിലെയും നാഥനും സൃഷ്ടാവും സകലർക്കും പ്രകാശവും നൽകുന്നതിനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും. ഉപവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ. ഉപവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോട്. വിശുദ്ധരിൽ വസിക്കുകയും അവരെ സമുദ്രനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദ്രകനും ബലവാനും ഓർത്തിനുമായ എന്റെ കർത്താവേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് തിരുവചനം ശ്രവിക്കാം. സങ്കീർത്തനമായ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴലിൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നെങ്കിലും അവിടുന്ന് കൂടെ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ എന്നേക്കും ഞാൻ വസിക്കും. ഞങ്ങളെല്ലാം മംഗളകർമ്മത്തെ എല്ലാവർക്കും ആശീർവദിക്കണമേ. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവേ ഞാൻ സന്നിധിയിൽ ചുമതലയിൽ കടന്നു വരുന്നതിന് പല സ്ഥലങ്ങളിൽ നിന്ന് യാത്രയിലായിരിക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. വാഹനങ്ങളെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഒന്നാമത്തെ ശ്രമിക്കണം. Trying to find a song, been writing all night long, been writing all night long. I'm trying to find my feet, but I can barely breathe, I can barely breathe. 'Cause you don't know what it means to me. Don't know what I believe. You don't know what it means to me. You don't know what I wanna be.
വിവാഹമന കൂദാശയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വരൻ ജസ്റ്റിനെയും വധു തെരേസയും ഏറെ കൃത്യമായിട്ട് ഈ ഇടവക ദേവാലയത്തിലേക്ക് ബസിലിക്കയിലേക്ക് കൃത്യമായ സ്വാഗതം നേരുന്നു. വിവാഹിതരാകുന്ന വധുവരന്മാർക്കും ഇരുവരുടെയും മാതാപിതാക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കും സ്നേഹിതർ എന്നിവർക്കും കല്ലൂർക്കാട് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചു. സ്വർഗീയവരങ്ങളായി വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചു മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂപയുമായ സർവേശ്വരായ എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരില്ല ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയാനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സഹോദരരെ, പൗലോസ് ശ്ലീഹാ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കണം. എപ്പോഴും എല്ലാത്തിനെയും പ്രതി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ കർത്താവിനോട് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. മിശിഹാ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസാണ്. ഈശോ തന്നെ ശരീരത്തിന്റെ രക്ഷകനും
സഭ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഇത് ജലം കൊണ്ടുള്ള മാമോദീസ വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്തിൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണനായ സഭയെ കറയോ ചുളിവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധയും കളങ്കരഹിതയുമാകാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത മിശിഹ സഭയെ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാകുകയും ചെയ്യും. ഇതൊരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞാദ്യം തുടങ്ങുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അതുപോലെ തന്നെ പുതുവർഷ പുലരിയുടെ ഹൃദയംഗമായ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാ ഭാഗ്യങ്ങളും സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുക. ജസ്റ്റിൻ, തെരേസ, ടെൻഷനുണ്ടോ? ആവശ്യമാണ്. ഏറ്റെടുക്കാൻ പോകുന്ന മനോഹരമായ ദൈവികമായ ശുശ്രൂഷയുടെ നിങ്ങളുടെ ജീവിത ദൗത്യത്തിൻ്റെ ആദ്യ ചുവടുവെപ്പിൽ നിങ്ങളുടെ ആത്മാർത്ഥതകളുടെ പ്രകാരമുള്ള ടെൻഷനുണ്ടാവുക. ദൈവം നിങ്ങളെ രണ്ടുപേരെയും യോജിപ്പിച്ച് നല്ലൊരു കുടുംബത്തിന് രൂപം നൽകുകയാണ്. വിവാഹത്തിലൂടെ ദൈവം എന്നും ഒരു പുതിയ ലോകം സൃഷ്ടിക്കുകയാണ്. ഓരോ കുടുംബവും ഓരോ ലോകമാണ്.
ഏതൊരു കോമഡി സീൻ കണ്ടാണെന്ന് അറിയാമല്ലോ, പക്ഷെ അത് വളരെ അർത്ഥവത്താണ് എനിക്ക്. ഭാര്യയും ഭർത്താവും തങ്ങളുടെ വീടിൻ്റെ മട്ടുപ്പാവിലേക്ക് ഇരിക്കുന്നു. ഭാര്യ ഇങ്ങനെ ലോകം ഇങ്ങനെ കണ്ടുകൊണ്ടോ ചുറ്റുപാടിങ്ങനെ നോക്കിയിട്ട് ഭൂമി അത്ര മനോഹരമാണ്. ചേട്ടാ, ഈ ഭൂമിക്ക് ഈ ലോകത്തിന് എന്തൊരു ഭാരം കാണും. പുള്ളിക്കാരൻ ആലോചിച്ചിട്ട് പറഞ്ഞു, 56 കിലോ. 56 കിലോ, അതെൻ്റെ ഭാരമല്ല. നീയാണ് എൻ്റെ ലോകം, നീയാണ് എൻ്റെ ലോകം. ഇന്നൊരു പുതിയ ലോകത്തിന് തുടക്കമിടുകയാണ്. ബന്ധത്തെ സ്നേഹത്തിന്റെ പെണ്ണുകളോട് വിളക്കി ചേർക്കുന്ന പരിശുദ്ധവും പരിപാവനമായ വിവാഹമെന്ന കുദാശയിലൂടെ ജസ്റ്റിനും തെരേസായും ദൈവത്തെ ഇവിടെ വിളിച്ചു വരുത്തി പുരോഹിതന്മാരാല് ആശീർവദിക്കപ്പെട്ട പുതിയൊരു ലോകത്തിലേക്ക്, പുതിയൊരു ജീവിത പന്താവിലേക്ക്, പുതിയൊരു ദൗത്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ രണ്ടുപേരും ഇപ്രകാരം ഒന്നിച്ചു ചേരുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥത്താൽ നിങ്ങൾ എന്നും കാനായിലെ കല്യാണവേളയിലെ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് അനുഗ്രഹീതവും സമ്മിഷ്ടവുമായ ഒരു ജീവിതത്തിന്, ഒരു സംവിധാനത്തിന് അവരെ ഇടവന്നതുപോലെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. തെരേസ പ്രത്യേകിച്ച് ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. തെരേസ ഈ ആദ്യത്തെ പ്രാർത്ഥന വളരെ ഉച്ച ശ്രദ്ധിച്ചിട്ട് നിങ്ങളപ്പോൾ മനസ്സിലായി നല്ല കുടുംബത്തിൽ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വളർന്നതാണ്. അതുകൊണ്ട് ജസ്റ്റിനെ പേടിക്കേണ്ട. ആ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കുടുംബജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാകും. അമ്മ പരിശുദ്ധ കന്യാമറിയത്തോട് പ്രാർത്ഥിക്കാതെ ഒരു ജപമാലയും ചെല്ലാതെ തെരേസ കിടക്കരുത്. എപ്പോഴൊക്കെ സാഹചര്യം ഉണ്ടായാലും ജസ്റ്റിനും അത് അനുവർത്തിക്കുക. കാരണം രുചിയില്ലാത്ത, മണമില്ലാത്ത, നിറമില്ലാത്ത, ലഹരിയില്ലാത്ത പച്ചവെള്ളത്തെ രുചിയുള്ള, നിറമുള്ള, മണമുള്ള, ലഹരിയുള്ള വീഞ്ഞാക്കി മാറ്റിയ തമ്പുരാനെ ഈ ഒരു വലിയ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയത് അമ്മയാണ്. നമ്മുടെ കുടുംബജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ സ്നേഹം കുറച്ചില്ലേ, വിട്ടുവീഴ്ചയില്ലായ്മയുടെ സമയത്ത്, ക്ഷമ കുറയുന്ന സമയത്ത് അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ തിരുസുതനെ ഇറക്കിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഇല്ലായ്മകളും വല്ലായ്മകളും വിള്ളലുകളും വിതരങ്ങളുമൊക്കെയും അവിടുന്ന് മനോഹരമാക്കി മാറ്റും. അതാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ നേടുവാനുള്ളത്. പ്രിയമുള്ള ജസ്റ്റിൻ, പ്രിയമുള്ള തെരേസ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. പലപ്പോഴും ഒരു കണ്ണടച്ച്, ഒരു ചെവി അടച്ച് ജീവിതത്തെ കാണുക. എനിക്കറിയാം, സൺഡേ സ്കൂളിൽ ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ്. ആ ഒരു വലിയ മഹത്വമായ ക്രൈസ്തവ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗം നിങ്ങളുടെ കുടുംബജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കുന്ന ഉറപ്പാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഇവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അവർക്ക് ഒരിക്കലും ദോഷമാകുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല. ആരോപണവും കുറ്റാരോപണം നടത്തുവാനല്ല നമ്മൾ ഇവരെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. അവർ ക്രിസ്തുവിനോടൊപ്പം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റവും മനോഹരമായ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും നയിക്കുവാനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീഞ്ഞില്ല എന്ന വരുന്ന അവസരങ്ങൾ, ഇവർക്ക് വീഞ്ഞില്ല എന്ന വരുന്ന അവസരങ്ങൾ, ഇവരുടെ സ്നേഹത്തിൻ്റെ കുറവോ, വിട്ടുവീഴ്ചയുടെ കുറവോ, ക്ഷമയുടെ കുറവോ, സഹനത്തിൻ്റെ കുറവോ ഉണ്ടാകുമ്പോൾ അതിനെ ആരോപിക്കാനല്ല, ചേർത്ത് നിർത്തി അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനാണ് പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ നമുക്ക് സാധിക്കാനുണ്ട്. അതുകൂടി ഇന്ന് ഉറപ്പാക്കാം. ജസ്റ്റിനും തെരേസയ്ക്ക് ഇപ്പം കുടിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ വിവാഹത്തിൻ്റെ നല്ല മംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് ഏറ്റവും മാതൃകാപരമായ ദമ്പതികളായിട്ട് മാറ്റുകയും അവിടുന്ന് അനുഗ്രഹിക്കുന്ന മക്കളെ കൊണ്ട് നല്ല കുടുംബജീവിതം ഉളവാകാൻ ഇടയാകുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മതപരമായ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിലവിൽ നിറയ്ക്കുകയും
അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണം. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ നടത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായ സർവേശ്വര എന്നേക്കും. ഈ ഗുദാസ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഹിയ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാസ് യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാകണമേ. അങ്ങയുടെ പ്രതാപം സമൃദ്ധമായി എന്നിൽ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായ സർവേശ്വരായ എന്നേക്കും. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തെരേസയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. തെരേസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസിച്ച നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ മതമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരമായി ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തരുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തരുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനുസരണത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കരുണിവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ നീ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ചു സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മകന്റെ സൗഭാഗ്യമേയ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ നന്മ സ്വരൂപനായ യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ നന്മ സ്വരൂപനായ യേശുനാഥൻ മകന്റെ സൗഭാഗ്യമേയ യോസേപ്പിതാവും കന്യാപിതയും ഓമൽ സുതരാമീശോയും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും
പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യും. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുലിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും വിശുദ്ധമായ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ജ്യേഷ്ഠനും തെരേസയ്ക്കും എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും ഞങ്ങളുടെ വൈദികരെല്ലാവരും പേര് നടന്നുകൊള്ളുന്നു. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ. എന്നാത്മം ഞാൻ ഏകുന്നിതാ എൻ്റെ ജീവന്റെ ജീവനാഥ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ചഖിലേശൻ ജീവിതസഖിയെ നൽകുന്നു. അവനെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാഹത്തെ സാറായെ അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളീടണമേ. Give me that sunshine, sunshine. Give me them good times, good times. Nothing but good vibes, good vibes. Give me that sunshine, sunshine. Every day is a new beginning. Every day is a gift to hold up high. Everyone has a way to carry, everyone has a soul, so let it shine. Don't worry about the clouds, 'cause when the skies come out, give me that sunshine, sunshine. Give me them good times, good times. Nothing but good vibes, good vibes. Give me that sunshine, sunshine. Bring on the summertime. Bring on the summertime. I will scream from the highest mountain. I will love like there's nothing in my way.
സന്തോഷത്തിൽ നമ്മൾ ഇവരുടെ പേരൻസിനെയും കൂടെ സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്നാലല്ലേ ഈ സ്റ്റേജ് ഒരു കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഏറെ സ്നേഹത്തോടുകൂടെ ഇവരുടെ പേരൻസിനെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം.
പാലിക്കുന്നു. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലതു കൈ എന്നെ രക്ഷിക്കും. എന്നെ കുറിച്ചുള്ള തന്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ എല്ലാം എൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. In your heart. The strangers among us crumble, all we figured out. I found you're the only one I hold on to in the dark, and you write my name in your heart. Write my name. നാം നേരെ മാറിയെങ്കിലും കാലം കഴിഞ്ഞു പോകിലും നീലാവ് കോർത്ത